അടുത്ത് നമ്മൾ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിൽ എന്തൊക്കെ പാർട്സുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വന്നിട്ട് ഒരു ലോങ് പേപ്പർ ഉണ്ടാകും. അത് ഒരു ഗ്രാഫ് പോലത്തെ ഒരു പേപ്പർ ആയിരിക്കും. പിന്നെ വന്നിട്ട് ഈ പേപ്പർ വന്നിട്ട് റോളായിട്ടായിട്ടുള്ള ഇരിക്കണത്. അത് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ടാകും, പേപ്പർ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ഇവിടെ പെന്നെന്ന് പറഞ്ഞ ഒരു വാക്കിന് പകരം സ്റ്റൈലസ് എന്ന് പറഞ്ഞ ഒരു വാക്കായിരിക്കും പൊതുവേ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റൈലസ് ഉണ്ടാവുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഗ്രാഫ് ഷീറ്റിനകത്ത് മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേനനെയും ഓട്ടോമാറ്റിക്കായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് സ്റ്റൈലസ് ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു റേഞ്ച് സെലക്ടർ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ടൈം പീരിയഡ് വന്നിട്ട് ഗ്രാഫ് നിങ്ങൾ സ്കെയിലുകൾ സെലക്ട് ചെയ്യാറില്ലേ? അതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റേഞ്ച് സെലക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം വേഴ്സസ് വോൾട്ടേജ്, ടൈം വേഴ്സസ് കറണ്ട്, അങ്ങനെ ടൈം വെച്ചിട്ട് നമ്മൾ വേറെ ഒരു ക്വാണ്ടിറ്റിയും കൂടി വരയ്ക്കുന്ന ഒരു റെക്കോർഡറാണ് സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റൈലസ് ഡ്രൈവിംഗ് സിസ്റ്റം ആണ് ഏറ്റവും മേലിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കാണുന്നത് റേഞ്ച് സെലക്ടർ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സ്കെയിൽ വന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞത്. അടുത്തത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ വന്നിട്ട് ഒരു റോളായിട്ടായിട്ടും ഇരിക്കണത്. അപ്പോൾ ആ റോള് വന്നിട്ട് നമ്മൾ ചുറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ടാകും. പിന്നെ ഇതിനെന്താണ് സ്പീഡ് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പേപ്പറിൻ്റെ സ്പീഡ് വന്നിട്ട് സ്പീഡിൽ പോകണോ സ്ലോയിലി പോകണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും മേലിലാണ് ഒരു സ്കെയിൽ വന്നിട്ട് കാലിബ്രേറ്റഡ് സ്കെയിൽ ഉണ്ട്. ആ കാലിബ്രേറ്റഡ് സ്കെയിലിൻ്റെ നടുക്ക് കാണുന്ന ഒരു ലൈൻ ഇട്ടിട്ടില്ല, അതാണ് സ്റ്റൈലസ്. സ്റ്റൈലസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെണ്ണാണ്. ഈ പെണ്ണാണ് നമ്മൾ എന്തിലൂടെ കണക്റ്റഡ് ആയിരിക്കുന്നത്? സ്റ്റൈലസ് ഡ്രൈവിംഗ് സിസ്റ്റത്തോടെ കണക്റ്റഡ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ഇൻഫർമേഷൻ ടു ബി റെക്കോർഡർ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ വോൾട്ടേജും ടൈമുക്കുമാണ് വരയ്ക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജിൻ്റെ റീഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇൻഫർമേഷൻ ടു ബി റെക്കോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 3 സിസ്റ്റംസ് നമുക്ക് പൊതുവേ പറയാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും പേപ്പർ ഡ്രൈവ് സിസ്റ്റം, പിന്നെ രണ്ടാമത്തേത് മാർക്കിംഗ് മെക്കാനിസം, മൂന്നാമത്തേത് ട്രേസിംഗ് സിസ്റ്റമാണ്. ഫസ്റ്റ് വൺ എന്താണ്? പേപ്പർ ഡ്രൈവിംഗ് സിസ്റ്റമാണ്. പേപ്പർ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? പേപ്പർ വന്നിട്ട് യൂണിഫോം സ്പീഡിൽ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഡ്രൈവിംഗ് സിസ്റ്റം വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് മാർക്കിംഗ് മെക്കാനിസം. മാർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ പേന വന്നിട്ട് കൊണ്ട് മാർക്ക് ചെയ്യുന്നില്ലേ, അത് പല ടൈപ്പിൽ നമുക്ക് മാർക്കിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പല ടൈപ്പുകളാണ് താഴെ തന്നിരിക്കുന്നത്. മാർക്കിംഗ് വിത്ത് ഇങ്ക് ഫിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാർക്കിംഗ് വിത്ത് ഹീറ്റഡ് സ്റ്റൈലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കിംഗ് വിത്ത് ഹീറ്റഡ് സ്റ്റൈലസ്. മൂന്നാമത്തത് ചോപ്പർ ബാർ. നാലാമത്തത് ഇലക്ട്രിക് സ്റ്റൈലസ് മാർക്കിംഗ്. അഞ്ചാമത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റൈലസ്. ആറാമത്തത് ഓപ്റ്റിക്കൽ മാർക്കിംഗ് മെത്തഡ്. അങ്ങനെ 6 ടൈപ്പിൽ നമുക്ക് പേന വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വണ്ണിൽ മാർക്കിംഗ് വിത്ത് ഇങ്ക് ഫിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ മഷി പേന യൂസ് ചെയ്യത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലിൽ ഒരു ഇങ്ക് ടാങ്ക് ഉണ്ടാകും. അതായത് ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ അകത്ത് കാണുന്ന സിസ്റ്റംസാണ്. അത് നമ്മൾ ഈ പടത്തിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതായത് മാർക്കിംഗ് വിത്ത് ഇങ്ക് ഫിൽഡ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ക് വന്നിട്ട് ഒരു ടാങ്കിൽ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ഗ്രാവിയേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻസ് വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേനയുടെ പോയിന്റിൽ വന്നിട്ട് ഇങ്ക് വരുന്നതായിരിക്കും. അങ്ങനെ വന്നിട്ട് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നതാണ് മാർക്കിംഗ് വിത്ത് ഇങ്ക് ഫിൽഡ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. മാർക്കിംഗ് വിത്ത് ഹീറ്റഡ് സ്റ്റൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്ത് വന്നിട്ട് പേപ്പർ വന്നിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പേപ്പറും കൂടിയായിരിക്കും. പിന്നെ വാക്സ് യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ വാക്സ് ചൂടാക്കുമ്പോഴത്തേക്കും വാക്സ് ഹീറ്റ് വരുമ്പോഴത്തേക്കും ഒഴുകിയിട്ട് നമുക്ക് അത് മഷി പോലെയായിട്ട് നമുക്ക് മാർക്കിംഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ക് ഫിൽഡ് സിസ്റ്റത്തിൽ പൊതുവേ വന്നിട്ട് റെഡ് ഇങ്കാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ അല്ലാതെ വേറെ ഇങ്കുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ.